അങ്ങനെ എൻ്റെ സെസ്കി ലേഡി സെസ്കി ലേഡി ആയിരിക്കുന്നു ഗൈസ്. ആളുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടോ. പിന്നെ അടുത്തത് ഞാനായിരുന്നു. എൻ്റെ മുടിയുടെ കാര്യത്തിലായിരുന്നു കേട്ടോ എനിക്ക് കുറച്ചധികം ടെൻഷൻ. കാരണം മുടി വളർന്നതിന് ശേഷം ഒരു മേക്കപ്പ് അതും കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ അതിന് ശേഷം ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ മുടിയുടെ കാര്യത്തിൽ ഞാൻ നോർമലി ഹെയർ ബാൻഡ് ബാക്കോട്ട് ഇങ്ങനെ ആക്കി വെക്കലാണ്, ജസ്റ്റ് ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിയിൽ കെട്ടിയിടുകയും ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം എന്ത് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ചിട്ടോ. എനിക്ക് ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമായി പുള്ളിക്കാരി ചെയ്ത് തന്നത്. കാരണം ഞാൻ പ്രതീക്ഷിച്ച പോലെ കുളമായില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്തിട്ട്. അതായിരുന്നു എൻ്റെ മെയിൻ കൺസേൺ, ഹെയർ. പക്ഷേ സംഭവം സെറ്റാക്കി തലയുടെ മേളിൽ കുറച്ച് മുത്തുകൾ സംഭവങ്ങളൊക്കെ പിടിപ്പിച്ച് തന്നപ്പോൾ എനിക്ക് ഫൈനൽ ലുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സുഡിയോന്ന് ഭയങ്കര പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ലാസ്റ്റ് ടച്ചപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കൈമിനും കാലിനൊക്കെ നല്ല സാധനമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളൊരു 7-7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഒരു ഊബർ എടുത്തിട്ട് നേരെ സിജോ ചേട്ടൻ്റെ കല്യാണത്തിന് പോയി.